യോ ഗായ്സ്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം സൂഡിയോയിൽ വെറുതെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, പക്ഷേ ഡ്രസ്സ് വാങ്ങിച്ചില്ല. പകരം വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് SM സ്ട്രീറ്റിൽ നിന്ന് 250 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. ഇതിനുള്ളിൽ ഞാൻ പറ്റിക്കൊണ്ട് വന്നതാണ്, കാരണം സൂഡിയോ ഒന്ന് കവർ വാങ്ങിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ബാഗിൽ തന്നെ കുത്തി നിറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ ചെറിയ ചെറിയ ഡ്രസ്സിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് അത്ര കണ്ട് പിടിച്ചില്ല. എനിക്ക് ഇട്ട് നോക്കി വാങ്ങിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോയി. ബാക്കിൽ ചെറിയ ചെറിയ ഐറ്റംസ് കിട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതായത് ഈ മാല, കമ്മല്, പിന്നെ അവിടെ പുതിയത് സൂഡിയോയിൽ വന്നിട്ടുണ്ടായി ഈ ഫൗണ്ടേഷൻ, പിന്നെ ബ്ലഷ്, ഹൈലൈറ്ററൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ സെഷനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് വരും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. വേറെ ഒന്നും ഇല്ലല്ലോ, വേറെ ഒന്നുമില്ല. കുറേ കച്ചറകളും കൂടി ബാഗിലുള്ളതുകൊണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് എന്നുള്ളത്. ആദ്യം തന്നെ 99 റുപ്പീസിൻ്റെ എനിക്കിവിടെ കണ്ടില്ലേ കുറേ തുളയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ആദ്യം ഇട്ട തുളയിലാണെങ്കിലോ ഇപ്പോൾ തൊടാറില്ല. ഇവിടെ പിന്നെ രണ്ടെണ്ണമല്ലോ. ഞാൻ വിചാരിച്ചു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇത് മാറ്റിയിട്ട് ഇത് ഒരു വെറൈറ്റിക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാമല്ലോ എന്നുള്ളത്. ഇത് 1 2 3 4 5 ഒട്ടകളുണ്ട് ഇത് ഇവിടെ. എനിക്ക് എത്ര ഉണ്ട്? 1 2 3 4. എനിക്ക് 4 എണ്ണാണുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്തതേ ഉള്ളൂ. ഈ 3 എണ്ണം ഈ കുഞ്ഞില്ലേ, ഈ 3 എണ്ണം ഈ ചെറുതിലും ഈ വലുത് ഇവിടെയും ആക്കിയിട്ട് തന്നെ ഉണ്ടാവും. സെയിം സൈസ് അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് അടിപൊളിയായിട്ടുണ്ടാവും തോന്നുന്നു. ഇത് ഒരു 99 റുപ്പീസ് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ചെറിയ ചെറിയ പ്രൈസൊക്കെ ഇങ്ങനെ ചെറിയ ക്യൂട്ട് ഐറ്റംസ് കാണുമ്പോൾ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ നല്ല ഒരു തര വരുമല്ലോ. അതെ ഓക്കെ. ഈ സാധനത്തിന് ചെയിനൊക്കെ അടിച്ച് കൊള്ളാല്ലേ. നെക്സ്റ്റ് സാധനം ബ്രേസ്ലെറ്റ് എണ്ണ. 99 റുപ്പീസേ ഇതിനുള്ളൂ. ഇത് ഞാൻ ആക്ച്വലി കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ വിചാരിച്ചു വേണ്ടിയോ. എൻ്റെ ഓർമ്മയിൽ ഞാനത് തിരിച്ചു വെച്ചു എന്നായിരുന്നു. പിന്നെ എല്ലാം ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് സാധനം കയ്യിൽ കിട്ടി നോക്കുമ്പോഴാണ് കണ്ടത് ഇത് ഞാനെടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, 99 റുപ്പീസ് അല്ലല്ലോ. പിന്നെ കാണാനും അത്യാവശ്യം കൊള്ളാം. അതുകൊണ്ട് പിന്നെ കുറേ നേരം അവിടെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ കുറേ മറ്റേ ഇയറിങ്സും ബ്രേസ്ലെറ്റും ഞാൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഇതും കൂടി അങ്ങോട്ട് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചോക്കർ നെക്ലേസ് ആണ്, ഇതും കൂടി അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തൃപ്തിപ്പെടവില്ലോ വിചാരിച്ചിട്ട് 149 റുപ്പീസേ ഉള്ളൂ. ഇതിപ്പോൾ എവിടെ എന്തിടും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ 149 ഉള്ളൂ എന്ന് കണ്ടപ്പോൾ വാങ്ങിക്കാനൊരിത് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇട്ട് കാണിച്ചാൽ ഇതെല്ലാം ഇത് വെച്ചിങ്ങനെ ഇതാക്കി വെച്ചത് കൊണ്ട് സിസ്റ്റേഴ്സ് തപ്പാനുള്ള മടി എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളതൊന്നും ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ച സാധനങ്ങളില്ലേ, എല്ലാ സാധനങ്ങളും ഇത് ഞാൻ ഇട്ട് കാണിച്ചാൽ എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് ഞാൻ കടക്കാം. അതാണ് നല്ലത്. പിന്നെ ഞാൻ മറന്നു. ഇതിങ്ങനെ തുറന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിലേത് ചെറുതാണോ എന്നൊരു സംശയം. ഞാൻ നോക്കി സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ നോക്കണം. ഇത് വാങ്ങിക്കുന്ന നമ്മൾ എന്തായാലും ഇട്ട് നോക്കാം. പിന്നെ ഈ സാധനം അത്ര ഷാപ്പും കോപ്പുമൊന്നും അല്ല. അതുകൊണ്ട് കഴുത്തിനും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വിചാരിച്ചത് കഴുത്ത് ഞാനിങ്ങനെ ഒടിച്ചെടുക്കേണ്ടി വരും ഇതിടാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷേ ഒറ്റക്കിടാൻ മോമന് ലേശൊരു പ്രശ്നമുണ്ട്. കാരണം മറ്റേ ഹുക്കില്ലേ, ആ ഹുക്ക് എനിക്ക് ആരെങ്കിലുമൊക്കെ ഇട്ട് തരുന്നതാണ് സൗകര്യപ്രദം. അപ്പോൾ ആക്ച്വലി അത് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ഇട്ടിട്ടില്ല, എനിക്കിടാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെ കൊള്ളാമല്ലേ? സംഭവം കൊള്ളാമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. കണ്ണാടിയിലും കൊള്ളാം, എനിക്കിഷ്ടമായി. ആ ഹുക്ക് ഞാൻ ആരെങ്കിലും കൊണ്ടൊക്കെ ഇടിപ്പിക്കേണ്ടി വരും ഇതിൻ്റെ, കാരണം ഇതെനിക്ക് എത്തുന്നില്ല. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് എന്നെക്കൂടെ പറ്റുന്നില്ല. ഓക്കെ, കിട്ടിയോ? ഇത് വേറെ ആരെങ്കിലും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇത് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഇനി നമ്മുടെ വേർപ്പ് തട്ടുന്ന സമയത്ത് ഇത് ബ്ലാക്ക് ആയിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരുവിധം എല്ലാ മാലകളും ഞാൻ കുറച്ച് വേർപ്പിൻ്റെ സുഖമുള്ളതുകൊണ്ട് എല്ലാം ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ പോകാണ്ടിരുന്നാൽ മതി എന്നൊക്കെ സംഭവം കൊള്ളാം. ഇത് മുറിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇത് രണ്ട് ബ്രേസ്ലെറ്റാണ്. ഞാൻ വിചാരിച്ചത് എല്ലാം കൂടി മറ്റേ ലേഡായിട്ടുള്ള സാധനമാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഡിസൈനാണോ അതോ കുറച്ച് ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി അവർ ചെയ്തതാണോ എനിക്കറിയില്ല. എന്നാലും കൊള്ളാലേ. ഇത് ഊരണോ ഞാൻ? അപ്പം ഇതാ മറ്റേ ഒരു കുഞ്ഞ് ഈവിളൈ കണ്ടോ? ഈവിളൈൻ്റെ സാധനമുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ഇത്. ഊരിയാൽ കുറച്ചുകൂടി ലെങ്ത് കിട്ടും. ആണെങ്കിൽ മാലയായിട്ട് ഉപയോഗിക്കാമല്ലോ അല്ലേ? ഊരി കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ ഉള്ളത് ഇതായി ഒരു കുഞ്ഞു സാധനം. ഇതും കൊള്ളാം, ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ട്. ഇത് ഞാനിങ്ങനെ ഇടാതിരിക്കും മടിയായത് കൊണ്ട് കയ്യിൽ വെച്ച് കാണിച്ചാൽ കൊള്ളാല്ലേ. അതേപോലെ തന്നെ ഇതും
ഊരാൻ എനിക്ക് മടിയാണ് മൊത്തത്തിൽ, ഇടാനും എനിക്ക് മടിയാണ് മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെ ഇടാം. ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ തുടങ്ങാം. മറ്റേ ആൾക്കാർ മറ്റേ വാച്ചിൻ്റെ കൂടെ കിടന്ന് കണ്ടിട്ടില്ലേ, അത് പക്ഷേ മറ്റേ സാധനം വന്നാൽ എന്നാലും കുഴപ്പമില്ല. വാച്ചിൻ്റെ കൂടെ കിട്ടാൻ ഒരു ലുക്കാണല്ലോ. ഇരിക്കട്ടെ. ചെവിൻ്റെ ഉള്ളിൽ ഈ റിങ്സ് ഇല്ലേ, ഇത് ഞാൻ കുറേ കാണിച്ചതല്ലേ നേരത്തെ. ഊരിയെടുക്കാൻ കുറച്ചധികം മെനക്കെട്ട് ഞാൻ കുറച്ച് വർഷമായിട്ട് അത് ഊരിയിട്ട്, അപ്പം ഇട്ട് കഴിഞ്ഞപ്പോൾ ലേശം വേദനിക്കുന്നുണ്ട് എനിക്ക്. അങ്ങനെ വലിച്ച് കുറച്ച് ഊരിയിട്ട്, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. പിന്നെ ഞാനെന്താ ഈ സാധനം, ഈ കുഞ്ഞു സാധനമില്ലേ, ഈ കുഞ്ഞു സാധനം ഞാൻ ഇട്ടില്ല. അതിന് പകരം ഞാൻ അവിടെ ഈ റിങ്ങാണ് ഇട്ടത് കേട്ടോ. കാരണം എൻ്റെ ചെവി ഇങ്ങനെയാണ് അടഞ്ഞിരിക്കുന്ന സാധനം. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ അധികം കാണൂല. ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകളും അതൊക്കെ ഇട്ട് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ റിങ് ഇട്ടത് തന്നെ. അത് കുറച്ചും കൂടി കാണാൻ വിചാരിച്ചിട്ട്. ഈ ചിലരെ ചെവി കണ്ടിട്ടില്ലേ, ഫുൾ സ്ഥലങ്ങളായിട്ട് എത്ര വേണമെങ്കിലും കുത്താം. എനിക്ക് കാണുമ്പോൾ തന്നെ അസൂയാണ് ആൾക്കാരോട്. കാരണം എനിക്ക് കുറേ ഇങ്ങനെ കുത്തണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെവി കുത്തിയിട്ട് കാര്യമില്ല, കാണില്ല. ഇങ്ങനെയുണ്ട്, കാണുന്നുണ്ടോ? ലേശെങ്കിലും കാണുന്നുണ്ടോ? ഇതൊക്കെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ, ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിരിക്കുകയാണ്. വേർത്ത് പോയി ഒരു കമ്മൽ ഇട്ടപ്പോഴേക്കും ഇതെങ്ങനെ. ഓക്കെ, അപ്പം ഈ സാമഗ്രികളൊക്കെ ഇത് പിന്നെ ഞാൻ ഊരുന്നില്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് സാധനം നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വാങ്ങിച്ചതാവും കാജൽ. ഞാൻ ഇതുവരെ സൂഡിയോൻ്റെ ഇങ്ങനത്തെ സാധനം ഞാൻ പറഞ്ഞാൽ കാജൽ, പിന്നെ ഐലൈനർ, കുറേ സാധനം ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല. ഇവിടെ ഫൗണ്ടേഷനും ബ്ലഷറും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അവിടെ. ഇപ്പോൾ കുറേ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സാധാരണ മറ്റേ ലാക്മി ബേബിലൈൻ അതെന്തോ സാധനമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരമില്ല, 79 റുപ്പീസ് അല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതിനെക്കാട്ടെ കുറച്ചും കൂടി ചീപ്പാണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് എഴുതി നോക്കിയിട്ട് സ്മഡ്ജ് പ്രൂഫ് ആണോ, എഴുതാൻ പറ്റുന്നുണ്ടോ, എനിക്ക് കൊണ്ടിന് വല്ല ഇറിറ്റേഷൻ വരുമോ എനിക്കറിയില്ല. എന്തായാലും ഓക്കെ, കണ്ണടയ്ക്ക് മാറ്റി. എനിക്ക് ഇവിടെ പക്ഷെ ഒന്നും കണ്ണ് കാണുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാം, അതല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. 79 റുപ്പീസിന് ഓക്കെ എന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഒരു കടയിൽ മാത്രം എഴുതിയിട്ട് ഞാൻ എൻ്റെ ബാക്കി വ്ളോഗ് തുടങ്ങാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെറുതെ ചുമ്മാ നടക്കുമ്പോൾ ഇതാ ഇത് വിട്ടൊരു കളിയില്ല. ഇത് ഞാൻ ഇടയ്ക്ക് ഞാൻ കുറേ നാളായി ഞാനത് നോക്കി വെക്കുന്ന ഈ സാധനം വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ഇത് കുറച്ചും കൂടി എൻ്റെ ചുണ്ടിന് ചെയ്തതെന്ന് എനിക്കറിയില്ല. പൊതുവേ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ലിപ്സ്റ്റിക് ശാപം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊന്നും നടക്കാറുള്ളത്. അപ്പോൾ നോക്കട്ടെ, ഇത് എങ്ങനെ തുറക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തം തുറക്കാം. ഞാൻ വിചാരിച്ചത് മറ്റേ ചിക്ക് ഇങ്ങനെ തുറക്കുന്നു, പിന്നെ ഇങ്ങനെ ആക്കി അടയ്ക്കാൻ പറ്റുന്നു. ആ സാധനമാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അതെല്ലാം തോന്നുന്നു. അതുകൊണ്ട് കൊലപാതകം നടത്തിയിരിക്കുന്നു. അങ്ങനെ എടുത്തിരിക്കുകയാണ് നമ്മുടെ 3 കുഞ്ഞ് ലിപ്സ്റ്റിക്കുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്രൗൺ നമ്പർ 1 ഇട്ട് നോക്കാം. ഓക്കെ, ഇത് നോവിന് പറ്റിയതെല്ലാം തോന്നുന്നുണ്ട്. ചുണ്ടേ ഇല്ല ആ ഭാഗത്ത്, എൻ്റെ ചുണ്ട് പോയി. ഓക്കെ, അപ്പോൾ ബ്രൗൺ 1 നമുക്ക് പറ്റിയതല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രൗൺ 2ലേക്ക് കിടക്കാൻ പോവുകയാണ്. അത് കുറച്ചും കൂടി മറ്റേനേക്കാൾ കുറച്ചും കൂടി ഡാർക്കാണ് സംഭവം. അത് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്, ഇതൊന്നും എൻ്റെ ഈ സ്കിൻ ടോണിന് പറ്റിയതല്ല. വേണമെങ്കിൽ ഞാനിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരികയായിരിക്കും, അല്ലാണ്ട് ഇത് തീരെ പറ്റുന്നില്ല. മറ്റേ നേരത്തെ എടുത്ത് കാണിച്ചു തരണമായിരുന്നില്ല ഇങ്ങനെ. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ വേറെ എന്തെങ്കിലും ആയിട്ട് ഞാൻ പറയാം മിക്സ് ആക്കിയതും അതേ ഇനി പറ്റുള്ളൂ. ഇനി ഈ ബ്രൗൺ 3 കൂടി ഉണ്ട്, അതും കൂടി ഇതെങ്കിലും ഒന്ന് മാറ്റി വന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ബ്രൗൺ 3 കൂടി ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതെങ്കിലും മാറ്റി എൻ്റെ ചുണ്ടിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കുറച്ച് ഡാർക്ക് കേട്ടോ. ഇത് കൊള്ളാല്ലേ, സമാധാനമായി. ഒന്നെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് വന്നല്ലോ. ഇത് കുഴപ്പമില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്, കട നോക്കിയേ എന്തൊരു മഹാബോറാണെന്ന് നോക്കിയേ. അപ്പം ഇത് സംതൃപ്തിയുണ്ട്. ബ്രൗൺ 3 എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചുണ്ടിന് ചേരുന്നുണ്ട്, മുഖത്തിന് ചേരുന്നുണ്ട്, എല്ലാം കൂട്ടിയിട്ട്. ഇപ്പം ഇതുണ്ടോ, ഒരു കാതിൽ കമ്മൽ, ഒരു കണ്ണിൽ കൺമഷി. ഈ കൺമഷി കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. അതുമല്ല, കണ്ണിങ്ങനെ തുടയ്ക്കാൻ നിൽക്കണ്ട. കണ്ണ് തുടച്ച് കഴിഞ്ഞാൽ നല്ല പടി കിട്ടും. കാരണം ഫുള്ളാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് മാത്രം ഇത് എടുത്ത് പ്രയോഗിച്ചാൽ മതി വാങ്ങിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇതാണ്
ഷെയ്ഡ്സ് ബ്രൗൺ. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഇതിനുണ്ട് ഞാൻ പറയില്ല, എന്തെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതായിരിക്കും. ഇതിനും പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനും 199 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ എത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആൻഡ് അവസാനമായിട്ട് ബില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് കണ്ടതാട്ടോ ഷീറ്റ് മാസ്ക്. ഇവിടെ ഇഷ്ടംപോലെ ഷീറ്റ് മാസ്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മറന്നുപോയി അതിനെക്കുറിച്ച്. എന്നിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞ് ഇപ്പം എടുത്ത് കളഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ റൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ആ വ്ളോഗ് ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ വൃത്തിയാക്കൽ വ്ളോഗ് മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ടായി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ. പണ്ടത്തെ എൻ്റെ വ്ളോഗുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൂമ്പാരക്കണക്കിന് സാധനങ്ങളായിരുന്നു. ഞാൻ വൃത്തിയാക്കിയിട്ടിട്ട് പഠിക്കണ്ട എല്ലാ വ്ളോഗും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഷീറ്റ് മാസ്ക് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ചാർക്കോൾ, ഒന്ന് കോഫി. ഈ കോഫി സത്യം പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ കോഫി പൗഡർ ഇട്ടിട്ട് തൈരും കൂട്ടി ഒരു പിടി പിടിച്ചാൽ മതിയായിരുന്നു. ഇത് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും 49 റുപ്പീസ് അല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് 2 49 റുപ്പീസിൻ്റെ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സൂഡിയോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സിനെക്കാട്ടും കൂടുതൽ ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസിലേക്കാണ് എനിക്കെൻ്റെ മെയിൻ കണ്ണ് പോകാറുള്ളത്. ഇത് കാണുമ്പോൾ എന്താണെന്നറിയാം, ഇങ്ങനെ വാരിക്കൊണ്ടിങ്ങനെ പോകാൻ തോന്നും. ഈ സ്റ്റേഷനറി ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൊര വരില്ലേ, അതേപോലെയാണ് എനിക്ക് സൂഡിയോയിലെ ഈ ഒരു ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലിപ്പ് കഴിയില്ല, ടിക് ടിക് അത് പിന്നെ ഇങ്ങനെ മുടി കെട്ടിക്കൊണ്ട്, പിന്നെ ചെറിയ മുടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് പോകാൻ തോന്നിയിരുന്നു. പിന്നെ ഞാൻ കൺട്രോൾ എന്ന് പറഞ്ഞു നിന്നതായിരുന്നു. ഇങ്ങനെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി ആ ബാഗിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഓർമ്മയിൽ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരുവിധം എല്ലാം വാങ്ങിച്ച സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ലിപ്സ്റ്റിക്കിലെ 2 പിന്നെ ഈ കാജലും സാരല്ല, ഞാനൊരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു വാങ്ങിച്ചത്. അപ്പം അത് അങ്ങനെയായി. പിന്നെ ഇത് രണ്ടും എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. മുഖം പൊള്ളി പോയില്ലായിരിക്കും, നല്ലതെന്ന് വിചാരിക്കുന്നു ഞാൻ. കോഫി ചാക്കോളിൻ്റെ നല്ല മുഖത്തിനൊരു കാന്തി കിട്ടുന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റേത് ഞാൻ ഇടുകയാണെങ്കിൽ വൈകാതെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ സൂഡിയോ ഹോൾ ഇതോടുകൂടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.